കളമശ്ശേരിയിൽ CPM-നുള്ളിൽ അവസാന ലാപ്പിൽ ട്വിസ്റ്റുകൾ. ഇടത് സ്ഥാനാർത്ഥി പി രാജീവിനെതിരെ വിമർശനം പാർട്ടിക്കുള്ളിൽ. അദ്ദേഹം ലക്ഷ്യം വെച്ചത് തന്റെ മാത്രം വിജയവും ഒരു ഡസനോളം CPM സ്ഥാനാർത്ഥികളുടെ പരാജയവുമാണ് എന്ന വിമർശനം പാർട്ടിക്കുള്ളിൽ ഉയർന്നു. ഭാവി മുഖ്യമന്ത്രി എന്ന രീതിയിൽ പരിചയപ്പെടുത്തുന്നു. ഭരണം കിട്ടിയില്ലേൽ പ്രതിപക്ഷ നേതാവെന്ന രീതിയിൽ എത്തുമെന്നും പിന്നീടുള്ള ഇലക്ഷനിൽ മുഖ്യമന്ത്രി പദത്തിലേക്ക് എത്തുമെന്നും സൂചനകൾ നൽകുന്നുവെന്നും പാർട്ടിക്കുള്ളിൽ അടക്കം പറച്ചിൽ ഉണ്ടാവുകയാണ്. കഴിഞ്ഞ തവണ സ്വരാജിനെ പരാജയപ്പെടുത്തുവാൻ പി രാജീവ് നടത്തിയെന്ന് പറയപ്പെടുന്ന ഇടപെടലുകൾ CPM-ൽ പുകയുമ്പോഴാണ് ഈ വാർത്ത പരക്കുന്നത്. തുടർന്ന് CPM നേതൃത്വമാകട്ടെ ഇടപെട്ട് താരപ്രചാരകൻ എന്ന സ്ഥാനത്ത് നിന്നും മാറ്റുകയും മറ്റു മണ്ഡലങ്ങളിൽ വിടാതെ തന്നെ തടഞ്ഞു. കളമശ്ശേരി മണ്ഡലത്തിൽ അവിടെ നിന്ന് പുറത്തു പോകുന്നത് വിലക്കായിരുന്നു. ഇത് രാജീവിനുള്ള വിശ്വാസ തകർച്ചയെന്നും ചൂണ്ടിക്കാട്ടുന്നു. സ്വരാജ് പാർട്ടിയിൽ ശക്തനാവുകയും തിരഞ്ഞെടുപ്പ് പ്രചരണ ചുമതല ഏറ്റെടുക്കുകയും കൂടി ചെയ്തതോടെ തൃപ്പൂണിത്തറയിലെ തന്റെ പരാജയത്തിന് പകരം വീട്ടുമെന്ന പേടി രാജീവിനുണ്ട്. അബ്ദുൾ ഗഫൂറിനോ നോട്ടയ്ക്കോ വോട്ട് ചെയ്യാൻ അണിയറയിൽ ചില നിർദ്ദേശങ്ങൾ നീങ്ങുന്നതായും അറിയുന്നു.